വയനാട് വാഗേരിയിൽ യുവ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും. വനംവകുപ്പിൻ്റെ 80 അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. 2 കൂടുകളും 30ഓളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വാഗേരിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്. വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ് SKN. കടുവ ഇനിയും കൂട്ടിലായിട്ടില്ല. 6ാം ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത്. കടുവ ഇതുവരെ കൂട്ടിലായിട്ടില്ല. ആശങ്കയുണ്ട് വാഗേരിയിലെ പ്രദേശവാസികൾക്ക്. ഇന്നലെ ഈ കടുവ എത്തി എന്ന് കരുതുന്ന ഫാമിനടുത്താണ് ഞാനുള്ളത്. ആ ഫാമിൻ്റെ പുറകിലായി ഒരു കൂട് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശത്തും, അതായത് ഇതിനോട് അനുബന്ധമായി 3 സ്ഥലങ്ങളിലായാണ് കൂട് വെച്ചിട്ടുള്ളത്. ഈ കൂട്ടിലൊന്നും കടുവയുടെ സാന്നിധ്യമില്ല. 30ഓളം നിരീക്ഷണ ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്നിൽ കടുവ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഉള്ള ഒരു അന്വേഷണം, പരിശോധന അത് ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. കൂടുതൽ തോക്കുകൾ അതോടൊപ്പം തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഇതര ജില്ലകളിൽ നിന്നാണ് എത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. ആളുകൾ ഇവിടെയുണ്ട് രാവിലെ തന്നെ. ആളുകളുടെ ആശങ്കയ്ക്ക് ഒരു മാറ്റവുമില്ല. എന്തായാലും നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. എത്രത്തോളം ആശങ്കയിലാണ് നിങ്ങൾ ഇപ്പോഴും തുടരുന്നത്? കടുവ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതുവരെ 6ാം ദിവസമായിട്ട് ഇതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങൾ ഭീതിയിലാണ് ഉള്ളത്. ഞങ്ങൾ കൃഷി ചെയ്യാനും കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ. അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. ഇവർ പിടിച്ച ഫോറസ്റ്റുകാർ ഇവിടെ ഉണ്ട്. അവരെ നോക്കി അവരോട് പറഞ്ഞൊന്നും ഈ നേരം വരെ ഒന്നും ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ ഇവിടെ കാപ്പി പറിക്കുന്ന സീസണാണല്ലോ അല്ലേ? കാപ്പി പറിക്കുന്ന സീസണാണ്, വിളവെടുപ്പ് സീസണാണ്. അപ്പോൾ ആർക്കും തന്നെ ഒരു പണിക്കാരെ പോലും വിളിച്ചാൽ കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട് ഇവിടെ. എല്ലാവരുടെയും കാപ്പി വിളവെടുക്കാൻ പാകമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ജിനേഷിന്റെ ഫാമാണല്ലോ, ഫാമിനടുത്താണല്ലോ ഈ കടുവ വന്നത്. അപ്പോൾ ഇന്നലെ എന്തെങ്കിലും അസ്വാഭാവിക ശബ്ദം അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നു? മിനിങ്ങാന്നാണ് ഫാമിലെ കടുവ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ നൈറ്റിൽ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ഞാൻ സ്റ്റേ ചെയ്തു. എന്തായാലും രാവിലെ വരെ ഉറങ്ങിയില്ല. ഞാൻ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഫോറസ്റ്റുകാരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു, അവരുടെ വാഹനം ഉണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് സൗണ്ടൊന്നും കേട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഒരു ആശങ്ക ഇപ്പോഴും ഇല്ല, ഒരിക്കലുമില്ല. ഇത് പിടിച്ച് അവർ പറഞ്ഞ പോലെ കൊന്നു കളയുന്നവരെ നമുക്ക് ആശങ്ക ഒഴിയില്ല, ഒരു കാരണവശാലും ഒഴിയില്ല. ഭയപ്പാടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് ഇതാണ് അവസ്ഥ. SKN, ഈ ഗ്രാമം ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. പ്രജീഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫാം ഉള്ളത്. ഇതിൻ്റെ താഴെയായിട്ടാണ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പരിസരത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള സംശയം തന്നെയാണ്. പക്ഷേ 3 കൂട് വെച്ചിട്ടും കടുവ ഇതുവരെ കൂട്ടിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്ക തുടരുന്നു. വനം വകുപ്പിൻ്റെ പരിശോധനയും അതുപോലെ തുടരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.